ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മല്ലു ഡെവലപ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കുറച്ച് ബേസിക്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡാർട്ടിൻ്റെ കുറച്ച് ബേസിക്സ് മാത്രമാണ് പഠിക്കുന്നത്. ഫ്ലട്ടർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വേണ്ടുന്ന ഡാർട്ടിൻ്റെ ബേസിക്സ് മാത്രമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സി അല്ലെ C++ അല്ലെ ജാവ ഇതിലേതെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെ പഠിച്ച് മുൻ പരിചയമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ ആവശ്യമില്ല. ശരിക്കും നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല, ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കണമെങ്കിൽ കാണുക. ജസ്റ്റ് എന്താ പറയുക, ഞാൻ ആ ബേസിക്സ് തന്നെയാണ് ഇതിലും പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഡാർട്ട് പഠിക്കാൻ വേണ്ടി നമ്മളൊന്നും കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല തൽക്കാലം. കാരണം എന്താ പറയുക, നമ്മളിത് ഡാർട്ട് ട്യൂട്ടോറിയലല്ല, ഇത് ഫ്ലട്ടറിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുന്നതായതുകൊണ്ട് തൽക്കാലം നമുക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സിമുലേറ്റർ ഉണ്ട് ഓൺലൈനായിട്ട്. നമുക്ക് തൽക്കാലം ആ സിമുലേറ്റർ യൂസ് ചെയ്തിട്ട് ഡാർട്ടിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എടുക്കാനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡാർട്ട് pad.dart lang.org എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടത് ഭാഗത്ത് ഈ കാണുന്നതാണ് നമുക്ക് കോഡ് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അതുപോലെ ഈ വലത് ഭാഗത്ത് കാണുന്ന കൺസോൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എഴുതുന്ന കോഡിൻ്റെ ഔട്ട്പുട്ട് കാണാനുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു എഡിറ്റർ ഉപയോഗിക്കാം തൽക്കാലം. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് ലോക്കലി സെറ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന കോഡ് അങ്ങ് ക്ലിയർ ചെയ്യുകയാണ്. കാരണം നമ്മൾ ഒന്നേന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓൾറെഡി പ്രോഗ്രാമിങ്ങിൽ അത്യാവശ്യം നോളജ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. കാരണം ഞാൻ ഒരുപാട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാരണം പ്രോഗ്രാമിങ്ങിൽ മുൻപരിചയമില്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അവരെയും കൂടി നമ്മുടെ ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ബേസൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിയും C++ഉം ഒക്കെ പോലെ തന്നെയാണ്. നമുക്കൊരു മെയിൻ ഫങ്ഷൻ ഉണ്ടാവും. അതായത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു മെയിൻ ഫങ്ഷനിൽ നിന്നായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: വോയിഡ് മെയിൻ, പിന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, എന്നിട്ടൊരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതാണ് ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഫങ്ഷൻ. ഇവിടെ നമ്മൾ മെയിൻ എന്ന് പേര് കൊടുക്കാൻ കാരണം ഡാർട്ടിന് അല്ലെങ്കിൽ C ഒക്കെ പോലുള്ള ലാംഗ്വേജസിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ തന്നെ വേണം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാൻ. അതുകൊണ്ടാണ് ഇവിടെ മെയിൻ എന്ന് പേര് കൊടുത്തത്. ഈ മെയിൻ്റെ സ്ഥാനത്ത് നമ്മൾ പുതിയ ഫങ്ഷൻസ് ഉണ്ടാക്കുമ്പോൾ ഈ മെയിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ എന്തെങ്കിലും നെയിംസ് ഉപയോഗിക്കാൻ പറ്റും. ഇനി വോയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പാണ്. ഒരു ഫംഗ്ഷൻ എപ്പോഴും ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവണം. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാര്യം എക്സിക്യൂട്ട് ചെയ്ത് ഒരു വാല്യൂവിനെ തിരിച്ച് അയക്കാനുള്ളതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരിച്ചയക്കുന്ന വാല്യൂ എന്ത് ടൈപ്പാണെന്ന് കാണിക്കുന്നതാണ് ഈ റിട്ടേൺ ടൈപ്പ്. ഇവിടെ വോയിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫംഗ്ഷൻ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് യൂസ് കേസസ് നമ്മൾ ഫ്ലട്ടറിൽ വെച്ച് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരുപാട് യൂസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. ഇപ്പോൾ ഇത് മനസ്സിലാക്കിക്കുക. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, കോഡിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡാർട്ടിൽ എപ്പോഴും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയും മനസ്സിൽ വെക്കുക. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്സ് ആണ്. അതായത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിലെല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡേറ്റയാണ്. ഡേറ്റ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പല വിധത്തിലുള്ള ഡാറ്റ ടൈപ്പുകളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിൽ നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും, അതുപോലെ സ്ട്രിങ്ങുകൾ യൂസ് ചെയ്യേണ്ടി വരും, ബൂളിയൻ ഡാറ്റ യൂസ് ചെയ്യേണ്ടി വരും, അതുപോലെ എന്താ പറയുക, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡാറ്റ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ ഭാവിയിൽ നമ്മൾ ഈ ഫ്ലട്ടറിൻ്റെ ട്യൂട്ടോറിയലിൽ കുറേ ആപ്പുകൾ ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരുപാട് ഡേറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡാറ്റ ടൈപ്സ്, എന്തൊക്കെ ഡാറ്റ ടൈപ്സിനെ ഡാർട്ടിന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പം
ഞാൻ ആദ്യം തന്നെ എന്തൊക്കെ ഡേറ്റ ടൈപ്പുകൾ ഉണ്ടെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഈ ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുന്നതാണ്. കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്ലാഷ് ഇട്ട് നമുക്ക് എന്ത് ടൈപ്പ് ചെയ്താലും അത് കോഡിൽ എക്സിക്യൂട്ട് ആവില്ല. നമുക്ക് ഒരു ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്സിനെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ്. സ്ട്രിങ് എന്ന് പറയുന്ന ഈ പറയുന്ന ഡേറ്റ ടൈപ്പിനെ വെച്ചിട്ട് ഒരു വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് സ്ട്രിങ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ആദ്യം തന്നെ എഴുതണം. പിന്നെ ഒരു സ്പേസ്, പിന്നെ അടുത്തത് വേരിയബിളിൻ്റെ നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിപ്പം ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇതാണ് വേരിയബിളിൻ്റെ പേര്. ക്ലാസ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ഇതിലപ്പോൾ സ്ട്രിങ് മാത്രമേ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ക്ലാസ്സിലായിപ്പം ചെയ്യുന്നത്? ഫ്ലട്ടർ ട്യൂട്ടോറിയൽസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ എപ്പോഴും സ്ട്രിങ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നമ്പർ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിലി ടൈപ്ഡ് ആണ്. അതായത് നമ്മൾ എന്ത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്താലും അതിന് ഒരു കൃത്യമായ ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് എറർ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ സ്ട്രിങ് എന്ന് പറയുന്ന കാര്യം മാറ്റുമെന്ന് വെച്ചു. ഓക്കെ, അപ്പം നമ്മൾ ചുമ്മാ ഒരു വേരിയബിൾ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് നെയിം ഈക്വൽ ടു ഫ്ലട്ടർ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് കിട്ടും എന്നുള്ളത്. കണ്ടോ, നമുക്കൊരു എറർ കിട്ടി. അപ്പോൾ ഈ എറർ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഡാറ്റിന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് എറർ കാണിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നിലവിൽ എററൊന്നും ഇല്ല. ഇനി നമുക്ക് ഈ വാല്യൂവിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പ്രിൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. അത് നമുക്ക് ഡീബഗിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിനകത്ത് ഡാറ്റ എന്താണെന്നൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിൻറ്റ് അതിനകത്ത് എന്താണോ വേരിയബിൾ അത് പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഉണ്ടോ, ഫ്ലട്ടർ ട്യൂട്ടോറിയൽസ്, അതാണ് അതിനകത്തെ വാല്യൂ. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡാറ്റിന് മനസ്സിലായി ക്ലാസ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ സ്ട്രിങ് ടൈപ്പാണ്, അതിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഡാറ്റിന് മനസ്സിലായി. കാരണം നമ്മൾ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് മെൻഷൻ ചെയ്തതുകൊണ്ട്. അപ്പോൾ സ്ട്രിങ് ഒരു ഡേറ്റ ടൈപ്പാണ്. അടുത്തത് ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ് ഇൻറ്റിജർ നമ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു വേരിയബിൾ ഇൻറ്റിജർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റുഡൻറ്റ് കൗണ്ട് എന്നായിക്കോട്ടെ. ഞാൻ അതിനൊരു 25 ആണ് വാല്യൂ കൊടുത്തേക്കുന്നത്. അതായത് നമ്മളിപ്പം ഈ ട്യൂട്ടോറിയലിൻ്റെ ക്ലാസ്സിനെയാണ് നമ്മളിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ക്ലാസ്സിൻ്റെ പേര് ഫ്ലട്ടർ ട്യൂട്ടോറിയൽസ്, അത് നമ്മൾ സ്ട്രിങ് ടൈപ്പിൽ ഡിഫൈൻ ചെയ്തു. അതുപോലെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പേര് എണ്ണം എന്ന് പറയുന്നത് 25 ആണ്. അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റിജർ ടൈപ്പിൽ ഒരു സ്റ്റുഡൻറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി അതിനെ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും ഡാർട്ട് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന്. ഓക്കെ, അപ്പം നമ്മളത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. 25. അപ്പോൾ നമ്മൾ കറക്റ്റ് എന്ത് ടൈപ്പാണെന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട് നമുക്ക് ആ ഡാറ്റ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്തു. ഇനി ഞാൻ ഇതിന് പകരം ഇവിടെ ഇൻറ്റിജറിന് പകരം ഞാനിപ്പോൾ ഇവിടെ സ്ട്രിങ് ആണ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ, അതിന് മനസ്സിലായില്ല. കാരണം സ്ട്രിങ് ആണെങ്കിൽ എപ്പോഴും ഒരു ഡബിൾ കോട്ട്സിലായിരിക്കും നമ്മൾ ഡേറ്റ കൊടുക്കുന്നത്. അതായത് മുകളിലെ ലൈൻ നോക്കിയാൽ അറിയാം, സ്ട്രിങ് ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു ഡബിൾ കോട്ട്സിലായിരിക്കും നമ്മൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സ്ട്രിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ സ്ട്രിങ്ങിന് വാല്യൂ കൊടുക്കുമ്പോൾ എപ്പോഴും ഡബിൾ കോട്ട്സിൽ, ഈ കോട്ട്സിനകത്തായിരിക്കും നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഡബിൾ കോട്ട്സിലായിരിക്കും നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്പർ ആണെങ്കിലോ, നമ്പറിന് നമ്മൾ ഡബിൾ കോട്ട്സ് ഒരു കോട്ട്സിന് യൂസ് ചെയ്യില്ല, നമ്പർ അതേപടി എഴുതുകയുള്ളൂ. അങ്ങനെയാണ് ഡാറ്റ മനസ്സിലാക്കുന്നത് ഇതൊരു നമ്പറാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 25 എന്നുള്ളതിനെ ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ എന്തായിട്ടത് ഡാറ്റ് അതിനെ കൺസിഡർ ചെയ്യുന്നുള്ളത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഡബിൾ കോട്ട്സിൽ കൊടുത്തപ്പോൾ ഡാറ്റിന് ഈ പറയുന്ന സ്റ്റുഡൻറ്റ് കൗണ്ടിനെ ഒരു സ്ട്രിങ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് നമ്പർ തന്നെയായിരിക്കും.
അപ്പോൾ ഇതൊരു കുറച്ച് എന്താ പറയുക കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ എന്താ പറയുക, നമ്മളൊരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ, നമ്മളൊരു 2 വേരിയബിൾസിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ 25ഉം 10ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ 35 ആയിരിക്കണം. അങ്ങനെ ഒരു കേസിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. അതിന് പകരം സ്ട്രിങ് ഇങ്ങനെ കൊടുത്താൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ വ്യത്യാസം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ തിരിച്ച് ഇൻറ്റിജർ ആക്കാൻ പോവുകയാണ്. എന്താണ് സ്ട്രിങ് ആയിട്ട് ഒരു നമ്പറിനെ പ്രിൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ ആയിട്ട് ഒരു നമ്പറിനെ പ്രിൻറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഞാൻ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഇൻറ്റ് എ ഈക്വൽ ടു 10. ഓക്കെ, അടുത്തത് ഇൻറ്റ് ബി ഈക്വൽ ടു 15. ഇനി നമ്മൾ എന്ത് ചെയ്യും, എ പ്ലസ് ബി എന്താണെന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. 25 നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഇനി അതേസമയം ഞാൻ ഈ ഇൻറ്റിജർ, ഈ 2 ഇൻറ്റിനെ പകരം സ്ട്രിങ് എന്ന് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഈ വാല്യൂസിനെ ഡബിൾ കോട്ട്സിനകത്ത് കൊടുത്തു. എന്ന് വെക്കുക. ഇപ്പം നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്തായിരിക്കും? കണ്ടോ വ്യത്യാസം? കണ്ടോ? ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റിജേഴ്സിനെ തമ്മിൽ അഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് റിയൽ വാല്യൂ കിട്ടി. 2 സ്ട്രിങ് തമ്മിൽ അഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആ 2 സ്ട്രിങ്ങുകളെ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ മനസ്സിലായോ? നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ, ഒരു നമ്പറിനെ സ്ട്രിങ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഒന്നും അത് വെച്ച് സാധിക്കില്ല. ഞാനിത് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഞാൻ സ്ട്രിങ്ങിനെ ഇൻറ്റിജറിനെയും കൂടെ മിക്സ് ചെയ്ത് കാണിച്ചു. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂഷൻ ആകുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊന്ന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. പക്ഷേ ഇത് നിങ്ങൾക്ക് അത്ര കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം ഇതങ്ങ് മനസ്സിൽ നിന്ന് വിടുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുക. നമുക്കത് ഫ്ലട്ടറിൻ്റെ കൂടുതൽ ട്യൂട്ടോറിയൽസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണ കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ എന്ന് പറയുന്ന ടൈപ്പാണ്. ഓക്കെ, ഡബിൾ എന്ന് പറയുന്ന ടൈപ്പിന് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കാൻ പോകും. ഡബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആവറേജ് മാർക്കായിട്ട് കൊടുക്കാൻ പോകുന്നത് 35.6 എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്. അതായത് ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് അങ്ങനെയുള്ള വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ആവറേജ് മാർക്ക് നമ്മളിതിനെ പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, നമുക്ക് ആവറേജ് മാർക്ക് 35.6 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇൻറ്റിജറിൻ്റെ സ്ഥാനത്തായിരുന്നു ഈ 25 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിലോ എന്തായതിനെ ഔട്ട്പുട്ട്? അതൊരു എറർ കാണിക്കുള്ളൂ. കാരണം ഇൻറ്റിജർ എന്ന് പറയുന്ന വാല്യൂവിന് എപ്പോഴും ഡെസിമൽ വാല്യൂസിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം 25 അല്ലെ 10 അങ്ങനെയുള്ള വാല്യൂ, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസിനെ ഒരിക്കലും ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പറിൻ്റെ നം എന്ന് പറയുന്ന ഒരു കീവേഡാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നം എന്ന് പറയുന്നത് ഞാനിപ്പോൾ അതിനായിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലാസ് അവൈലബിൾ ഡേയ്സ്, ഓക്കെ, എത്ര ദിവസം ഈ ക്ലാസ് ഉണ്ടാകും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിനകത്തോടെ ഈ വേരിയബിളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 5 ദിവസം നമ്മൾ ക്ലാസ് റൺ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള വേരിയബിളാണ് അവൈലബിൾ ഡേയ്സ്. അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന എന്ത് ഡേറ്റ ടൈപ്പാണ്? നം വെച്ചിട്ട്. നമുക്കതിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും അതിൻ്റെ വാല്യൂ എന്നുള്ളത്. നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, അവൈലബിൾ ഡേയ്സ് നമുക്ക് 5 കിട്ടി. അതായത് 5 ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തത്. അതിനെ നം എന്ന് പറയുന്ന കീവേഡ്, നം എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഇനി ഞാൻ അതിന് പകരം 5.5 കൊടുത്തായിരുന്നു എന്താ അതിനെ നോക്കാം. കണ്ടോ, അപ്പോൾ ഇൻറ്റിജർ വാല്യൂ കൊടുത്തപ്പോഴും ഒരു ഡബിൾ വാല്യൂ കൊടുത്തപ്പോഴും നം എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ ടൈപ്പ് അതിനെ കറക്റ്റായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നം ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഡേറ്റ ടൈപ്പ് അറിയില്ല, ഇതിപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് ഇൻറ്റിജർ ആണോ അതല്ലെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂ ആണോ എന്ന് അറിയില്ല എങ്കിൽ അവിടെ നമുക്ക് നം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്
ബൂളിയൻ ആണ്. ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് പഠിക്കുമ്പോൾ അറിയാം ബൂളിയൻ വാല്യൂസിന് 2 സ്റ്റേറ്റേ ഉള്ളൂ, 2 ഔട്ട്പുട്ടേ ഉള്ളൂ. ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആക്റ്റീവ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ ട്രൂ കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്ലാസ് നിലവിൽ ആക്റ്റീവായിട്ടുള്ളൊരു ക്ലാസ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്തപ്പോൾ അതിന് ട്രൂ തന്നെ വാല്യൂ കിട്ടി. അപ്പോൾ ബൂളിയൻ വാല്യൂസ് മനസ്സിലാക്കേണ്ടതാണ്, ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ അത് വേറൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് ഉള്ള ഒരു ഡാറ്റ ടൈപ്പാണ് വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ഇൻറ്റീജർ, ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഔട്ട്പുട്ട് ഇൻറ്റീജർ ആണോ ഡബിൾ ആണോ എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വേർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് സ്ട്രിങ് ആണോ, ഇൻറ്റീജർ ആണോ, ഡബിൾ ആണോ, അതോ ബൂളിയൻ ആണോ, ഇതൊന്നും നമുക്ക് ഉറപ്പില്ല എങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വേർ ആയിരിക്കും. ഓക്കെ, ഞാൻ അതിനായിട്ടിപ്പോൾ ഒരു എന്താ പറയുക ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ടീച്ചർ നെയിം. ഓക്കെ, ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ തൽക്കാലം ഒരു സ്ട്രിങ് ഞാൻ അങ്ങ് അസൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഒരു സ്ട്രിങ് ഞാൻ അസൈൻ ചെയ്യുകയാണ്, മല്ലു ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടീച്ചർ നെയിം നമുക്കിതിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തു. അപ്പോൾ പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് മല്ലു ഡെവലപ്പർ എന്ന് പറഞ്ഞ് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. അതായത് സ്ട്രിങ് ആയിട്ട് ഇതിനെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു 10 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം, ഒരു ഇൻറ്റിജർ വാല്യൂ. നമുക്ക് നോക്കാം അതിനെ എങ്ങനെ പ്രോസസ് ചെയ്യും. ഓക്കെ, അതും കറക്റ്റായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നില്ല ഏത് ടൈപ്പാണ് നമ്മൾ പാസ് ചെയ്യുന്നതെന്ന്. അതിന് പകരം ഡാറ്റ സ്വന്തമായിട്ട് ഈ ഡാറ്റയെ നോക്കി മനസ്സിലാക്കി എടുത്തു, ഓ ഇതൊരു ഇൻറ്റിജർ ആണ് എന്ന്. നമുക്കൊരു ഡബിൾ വാല്യൂ കൊടുത്തു നോക്കാം, 10.5 ഒരു ഡബിൾ വാല്യൂ കൊടുത്തു നോക്കാം, അതും ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മളൊരു ബൂളിയൻ വാല്യൂ കൊടുത്തു നോക്കാം, ട്രൂ കണ്ടോ, അതും ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ വേറെ ഉപയോഗിക്കുന്നത് എവിടെയാണ്, എപ്പോഴും നമുക്ക് എന്ത് ഡാറ്റയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്കിപ്പോൾ ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിൽ നമുക്ക് എന്ത് ഡാറ്റയാണ് നമ്മൾ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഡാറ്റ എന്ത് ഡാറ്റയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ വയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ആ പ്രിൻറ്റുകളെല്ലാം അങ്ങ് റിമൂവ് ചെയ്തു. കാരണം നമുക്ക് ആ സ്ക്രീനിൻ്റെ ലാസ്റ്റ് ചെയ്ത ആ ഒരു പ്രിൻറ്റ് നമുക്ക് കാണാൻ പറ്റിയില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അപ്പോൾ ഞാൻ ആ പ്രിൻറ്റുകളെല്ലാം റിമൂവ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡൈനാമിക് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ഡൈനാമിക് എന്ന് പറയുന്ന ടൈപ്പ് വേരിയബിൾ, അതായത് ഈ വേർ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിന് സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഞാൻ അത് വെച്ചിട്ടൊരു എന്താ പറയുക ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, സ്കൂൾ നെയിം എന്ന് പറഞ്ഞു. ഞാൻ അതിനൊരു പേരും കൊടുക്കാം, മല്ലു ഡെവലപ്പർ സ്കൂൾ. നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും ഡാറ്റ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന്. സ്കൂൾ നെയിം നമ്മൾ അതങ്ങ് പ്രിൻറ്റ് ചെയ്യാൻ പോയാണ്, മല്ലു ഡെവലപ്പർ സ്കൂൾ. അതായത് ഞാനൊരു സ്ട്രിങ് ആണ് ഡൈനാമിക്കിലേക്ക് കൊടുത്തത്, അതിനെ ഡാറ്റ ഒരു സ്ട്രിങ് ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പ്രിൻറ്റ് ചെയ്തു. ഇനി ഇതിന് പകരം ഞാനൊരു ഇൻറ്റിജറാണ് കൊടുക്കാൻ പോകുന്നത്, അതിനെ എങ്ങനെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനെ ഒരു ഇൻറ്റിജറായിട്ട് തന്നെ ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രിൻറ്റ് ചെയ്തു. അടുത്തായിട്ട് നമുക്കൊരു ബൂളിയൻ വാല്യൂ കൊടുത്ത് നോക്കാം. ഓക്കെ, അതിനൊരു ബൂളിയൻ വാല്യൂ ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രിൻറ്റ് ചെയ്യാനും സാധിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഞാനിപ്പം തൽക്കാലം ആ പഴയ വാല്യൂ തന്നെ വീണ്ടും കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമുക്ക് വാല്യൂ എന്താണ്, നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ആ വേരിയബിൾ വെച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്ന ഡേറ്റ എന്താണെന്ന് നമുക്കൊരു ഉറപ്പില്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റിയ 2 ടൈപ്പുകളാണ്, ഒന്ന് വേരിയബിൾ, ഒന്ന് വേർ എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ഡൈനാമിക് എന്ന് പറയുന്ന ടൈപ്പ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഡേറ്റ ടൈപ്പാണ് അറേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി അറേ എന്താണെന്നറിയാം. അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അറേ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ആണ്. ഒരു വേരിയബിളിൽ തന്നെ നമ്മളിപ്പം സ്ട്രിങ് ക്ലാസ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റുഡൻറ്റ് കൗണ്ട് എന്ന് പറയുന്ന
ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതിലൊരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അറേ എന്ന് പറയുന്നത്, അറേയിൽ നമുക്ക് ഒന്നല്ല അതിൽ കൂടുതൽ എത്രത്തോളം വേണമെങ്കിലും എത്ര നമ്പേഴ്സ് ഓഫ് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് അറേയിൽ സ്റ്റോർ ചെയ്യാം. ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊരു അറേയുടെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു അറേ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ അത്ര നെയിം എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വാല്യൂസിനെ നമുക്ക് അറേ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അറേയുടെ പ്രധാന ഉപയോഗം. മൾട്ടിപ്പിൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അറേയുടെ ഉപയോഗം. ഇനി അതിനെ ഡാർട്ടിൽ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല, പകരം ലിസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലിസ്റ്റ്. ഇനി മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ കണ്ടുവരുന്നത് ഒരു അറേയിൽ ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് സ്ട്രിംഗ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന അറേയിൽ സ്ട്രിംഗ് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന അറേയിൽ ഇൻറ്റീജർ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിംഗ് വാല്യൂ മാത്രമായിട്ട് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ ആ ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റീജർ വാല്യൂ മാത്രമായിട്ട് സ്റ്റോർ ചെയ്യുന്ന തരത്തിൽ ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യാം. അതുമല്ല, ഇനി എന്ത് ടൈപ്പ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന രീതിയിലും ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ലിസ്റ്റിന് വെച്ചിട്ട് ഒരു കുറച്ച് സ്ട്രിംഗ് വാല്യൂസിനെ ലിസ്റ്റ് വെച്ച് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനിപ്പോൾ ഞാൻ ഒരു പേര് കൊടുക്കാൻ പോവാണ്. ഉദാഹരണത്തിന് എന്താ പറയുക, സ്റ്റുഡൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ലിസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് നെയിംസ് എന്ന് പറയുന്നിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് വാല്യൂസ് എന്തായിരിക്കണം? സ്ട്രിംഗ് ആയിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രിംഗ് വാല്യൂസ് കോമ ഇട്ട് കൊടുക്കണം. സ്ട്രിംഗ് വാല്യൂസ് കൊടുക്കാൻ എപ്പോഴും ഡബിൾ കോഡ്സിൽ വേണം കൊടുക്കാൻ. ഇപ്പം ഞാൻ ചുമ്മാ ഓരോ പേരുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റുഡൻ്റ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പേരുകൾ കൊടുക്കാൻ പോവാണ്. നമുക്ക് മനു, ജിതിൻ, അതുപോലെ സാം, പിന്നെ എന്താ ജോൺ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും വാല്യൂസിനെ നമ്മൾ ഈ സ്റ്റുഡൻറ്റ് നെയിംസ് എന്ന് പറയുന്ന ഈ ഒരു അറേ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്തു. ഇപ്പം ഇതാണ് ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ ലിസ്റ്റിലുള്ള വാല്യൂസിനെ എങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യും? നമ്മൾ പ്രിൻ്റ് ചെയ്ത് നോക്കാം. സ്റ്റുഡൻറ്റ് നെയിംസ്. നമ്മൾ അതിനായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഏതാണോ ഇപ്പം ഈ വാല്യൂസിൻ്റെ പൊസിഷൻ എവിടെയാണോ ആ പൊസിഷൻ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. ഉദാഹരണത്തിന് മനു എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനാണ്? 0th പൊസിഷൻ. ജിതിൻ എന്ന് പറയുന്നത് 1st പൊസിഷൻ. അങ്ങനെയാണ് അറേ എപ്പോഴും അതിൻ്റെ ഇൻഡെക്സ് പറയുന്നത്, അതായത് പൊസിഷൻ പറയുന്നത്. ഇത് 1ാമത്തെ ഐറ്റം ആണെങ്കിൽ പോലും ഇതിനെ നമ്മൾ 0th പൊസിഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ്. അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് മനു എന്ന് പറയുന്ന പേരാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? 0 പാസ് ചെയ്യും. നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. മനു. അങ്ങനെ അത് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, ലിസ്റ്റിൽ നിന്നും ഡേറ്റ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് നെയിംസിനകത്ത് 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പാസ് ചെയ്യും. ഇപ്പോൾ ജിതിൻ എന്ന് പ്രിൻ്റ് ചെയ്യണം അവിടെ. ഓക്കെ, അങ്ങനെ ജിതിൻ ആ ഇൻഡെക്സും ഐഡൻറ്റിഫൈ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്നും ഡേറ്റയെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ലിസ്റ്റ്, ഈ സ്റ്റുഡൻറ്റ് നെയിംസ് ലിസ്റ്റിനെ മൊത്തത്തിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ വേരിയബിളും, അതായത് നമുക്ക് ഇൻഡെക്സ് പാസ് ചെയ്യാതെ ഈ വേരിയബിൾ നെയിം പ്രിൻ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനകത്ത് എന്തൊക്കെ വാല്യൂസ് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ കാണാൻ പറ്റും. കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ പ്രോഗ്രാമിംഗ് നമ്മൾ റിയൽ ആപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഈ അടുത്തായിട്ട് ഞാനൊരു ഇൻറ്റിജർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഞാൻ ടെസ്റ്റ് ലിസ്റ്റ് എന്ന് പേരിട്ടു. ഓക്കെ, നമ്മളിനി ആ ടെസ്റ്റ് ലിസ്റ്റിൽ എന്താണുള്ളതെന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇതെന്ത് കാരണം? നമുക്ക് ആ 0, 1, 2 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് എങ്ങനെ പല ടൈപ്പിലുള്ള ലിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. ഇപ്പം നമ്മൾ സ്ട്രിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഇൻറ്റിജർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു,
അതുപോലെ നമുക്ക് ബൂളിയൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, വേരിയബിൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഡൈനാമിക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഡൈനാമിക് അല്ല ഒരു വേരിയബിൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡൈനാമിക്, ഞാനിപ്പോൾ ഇവിടെ ഒരു ഡൈനാമിക് ലിസ്റ്റ് എന്ന് പറയുന്നിട്ടൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് ഞാൻ ആദ്യം തന്നെ ഒരു സ്ട്രിങ് വാല്യൂ പാസ് ചെയ്തു, പിന്നെ ഒരു ഇൻറ്റീജർ പാസ് ചെയ്തു, പിന്നെ നമ്മളൊരു ബൂളിയൻ വാല്യൂ പാസ് ചെയ്തു, പിന്നെ ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ പാസ് ചെയ്തു. ഓക്കെ, ഇത്രയും ഡാറ്റ നമ്മൾ പാസ് ചെയ്തു. നമുക്കിനി അതിനെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടു, നമ്മൾ പാസ് ചെയ്ത എല്ലാ വാല്യൂവിനെയും അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി ഡാർട്ട് അതിനെ കറക്റ്റായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്തു. സ്റ്റാർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആയിരുന്നു, അതിനെ സ്ട്രിങ് ആയിട്ട് തന്നെ പ്രിൻ്റ് ചെയ്തു, എററൊന്നും കാണിച്ചില്ല. 100 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആയിരുന്നു, അതിനെ 100 ആയിട്ട് തന്നെ പ്രിൻ്റ് ചെയ്തു, എറർ കാണിക്കാതെ. ട്രൂ എന്ന് പറയുന്ന ഒരു ബൂളിയൻ ആയിരുന്നു, അതിനെ ഇതായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മളൊരു 0 ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ പ്രിൻ്റ് ചെയ്തത്. അതിന് പകരം ഞാൻ .5 100.5 കൊടുത്ത് നോക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഡബിൾ വാല്യൂ പാസ് ചെയ്തു, അപ്പോൾ അതിനെ ഡബിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഡബിളായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ലിസ്റ്റുകൾ. നമുക്കിങ്ങനെ പല ടൈപ്പ് ഓഫ് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെക്കുക. ലിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത്. അടുത്തതായിട്ടുള്ള ഒരു ടൈപ്പാണ് മാപ്പ് എന്ന് പറയുന്ന ടൈപ്പ്. മാപ്പ് എന്ന് പറയുന്ന ടൈപ്പ് കീ കോമ വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. കീ കോമ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ വേരിയബിൾ, നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ക്ലാസ് നെയിം എന്ന് പറയുന്ന സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വേരിയബിളിൻ്റെ പേരെന്താ? ക്ലാസ് നെയിം. പക്ഷേ ആ ക്ലാസ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ വിളിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ എന്താണോ വാല്യൂ അതിൽ അസൈൻ ചെയ്ത് കൊടുത്തത് അതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ മാപ്പ് അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മാപ്പിന് ഒരു കീ കൂടി ഉണ്ടാവും. ഈ പറയുന്ന വാല്യൂ, ഇതാണ് വാല്യൂ, നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്താണോ അതാണ് വാല്യൂ. പക്ഷേ ആ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്ലാസ് നെയിം, അതായത് വേരിയബിൾ നെയിം മാത്രമല്ല, അതിനൊരു കീയും കൂടെ ഉണ്ടാവും ഉള്ളിൽ. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. പക്ഷേ ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. ഇനി മാപ്പിന് നമ്മൾ എന്ത് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ സ്ട്രിങ് എന്ന് കൊടുക്കുകയാണ്. മാപ്പ് ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത മാപ്പ് വേരിയബിൾ. അപ്പോൾ ലിസ്റ്റിൽ നമ്മൾ എന്താ ചെയ്തത്? സ്ക്വയർ ബ്രാക്കറ്റാണ് ചെയ്തത് അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? ഒരു കേർലി ബ്രേസ് ആയിട്ടുള്ള ബ്രാക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് കീ ആണ്. ഓക്കെ, സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് വാല്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പാടായിരിക്കും, പക്ഷെ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇപ്പം ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ നെയിം, ഇതൊരു സ്ട്രിങ് ആണ്. ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് കീ ആണെന്ന് ഞാൻ പറഞ്ഞു, അതൊരു സ്ട്രിങ്ങും കൂടെയാണ്. അത് കഴിഞ്ഞിട്ടൊരു കോളൻ, ഈക്വൽ ടു ആയിരുന്നു നമ്മൾ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കോളനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആ കോളൻ്റെ മറ്റു സൈഡിൽ ഞാൻ എന്താണോ അതിൻ്റെ വാല്യൂ അതങ്ങ് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മാപ്പ് എന്ന് പറയുന്നത്. മാപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സിൻറ്റാക്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ കീ ആണ് ഈ പറയുന്ന നെയിം, വാല്യൂ ആണ് ഈ പറയുന്ന മല്ലു ഡെവലപ്പർ എന്ന് പറയുന്നത്. മാപ്പ് വേരിയബിൾ എന്ന് പറയുന്ന വേരിയബിളിലെ കീ ആണ് നെയിം, വാല്യൂ ആണ് മല്ലു ഡെവലപ്പർ. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ പ്രിൻ്റ് ചെയ്ത പോലെ മാപ്പ് വേരിയബിളിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. കണ്ടോ, നമുക്ക് മാപ്പ് വേരിയബിളിനെ പ്രിൻ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അതായത് അതിനൊരു കീ ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ഇതിൻ്റെ ഉപയോഗം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ മാനേജ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് മാപ്പ് കൂടുതൽ യൂസ് ചെയ്യും. മാപ്പ് ഡാർട്ട് അല്ലെങ്കിൽ ഫ്ലട്ടറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് ലിസ്റ്റും മാപ്പും. കോംപ്ലക്സ് ആണ്, അതുപോലെ ഒരുപാട് യൂസ് ഉള്ള രണ്ട് ഡേറ്റ ടൈപ്പുകളാണ് മാപ്പും ലിസ്റ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വാല്യൂവിന് എപ്പോഴും ഒരു കീ ഉണ്ടാവും. ആ കീ വെച്ചിട്ട് മാത്രമേ നമുക്ക് ആ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, നമുക്ക് ഭാവിയിലേക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ പാസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരുന്നു.
നമുക്ക് ഇതിന് പകരം ഒരു ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്ത് നോക്കാം. അതിനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്ട്രിങ് കീ അത് നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. എന്നിട്ട് ആ വാല്യൂവിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണോ അതിനെ അങ്ങ് മാറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ 100 അങ്ങ് അസൈൻ ചെയ്ത് നോക്കാം. എന്താണ് അതിന് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ മാപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ ടൈപ്പിനെയും അതുപോലെ അപ്ഡേറ്റ് ചെയ്ത വാല്യൂവിനെയും ഡാറ്റ് കറക്റ്റായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് മാപ്പും ക്രിയേറ്റ് ചെയ്യാം. സ്ട്രിങ്ങിൻ്റെ മാപ്പ്, അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂവിൻ്റെ മാപ്പ്, അല്ലെങ്കിൽ ഒരു ഡൈനാമിക് വാല്യൂ മാപ്പും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അടുത്തായിട്ടൊരു ഡൈനാമിക് വാല്യൂ ഉള്ള ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഡൈനാമിക് ടൈപ്പ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഞാൻ ഇതിന് വാല്യൂ ട്രൂ കൊടുത്തു. ഓക്കെ, ഡാറ്റ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ അടുത്തായിട്ട് ഞാനൊരു സ്ട്രിങ് വാല്യൂ കൊടുത്തു. അതിനെയും കറക്റ്റായിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം മാപ്പ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാപ്പിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി വലുതാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഞാൻ അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോണത്, ഞാൻ മാപ്പ് വെച്ചിട്ട് ഞാൻ ഈ ഒരു വേരിയബിൾ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. മാപ്പ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു യൂസ് കേസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. സ്ട്രിങ് നമുക്ക് ഡൈനാമിക് കൊടുക്കാം. സ്റ്റുഡൻറ്റ്, ഇതാണ് നമ്മുടെ മാപ്പ്. ഇതിൽ നമുക്ക് നെയിമുണ്ട്, നമുക്ക് അതിന് അരുണെന്ന് പേര് കൊടുക്കാം. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ കീ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്ട്രിങ് ആയിരിക്കണം. അത് ഞാൻ വിട്ടുപോയി. അടുത്തതായിട്ട് ഏജ്, നമ്മളതിനൊരു ഇൻറ്റിജർ വാല്യൂ കൊടുത്തു. മാർക്ക്, അതിന് നമ്മളൊരു ഫ്ലോട്ടിംഗ് വാല്യൂ എടുത്തു. ആക്റ്റീവ്, ഇവിടെ ആക്റ്റീവ് ഉണ്ടോ, പാസ്സായോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ട്രൂ കൊടുത്തു. ഇനി എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും, ക്ലാസ് ഫ്ലട്ടർ. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വളരെ, അതായത് നമ്മൾ ആദ്യം പഠിച്ച മാപ്പിൽ ഒരു കീയും ഒരു വാല്യൂവും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മാപ്പിൽ നോക്കിയാൽ അറിയാം നമുക്ക് ഒരുപാട് കീസ് ഉണ്ട്, അതിനുള്ള വാല്യൂസും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ മാപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത്, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എല്ലാ ഇൻഫർമേഷനും കൂടെ. ഇപ്പം നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് മാർക്ക്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഏജ്, ഇങ്ങനെ എല്ലാം കൂടെ എന്താ പറയുക സെപ്പറേറ്റ് ഡേറ്റ ടൈപ്പുകളായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് പകരം നമ്മൾ ഒരു മാപ്പ് എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ച്, ഒരു മാപ്പ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എല്ലാ ഇൻഫർമേഷനും അതിനകത്തേക്ക് തന്നെ ആ ഒരു മാപ്പിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തു. നമുക്കിനി ഇതിനെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, പ്രിൻ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, നെയിം എന്താണ്, ഏജ് 25, മാർക്ക് 100.5, പാസ്സാണോ, അതെ, ക്ലാസ് ഫ്ലട്ടർ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനെല്ലാം കൂടി ഒറ്റ വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റി. അപ്പം മാപ്പിൻ്റെ ഒരു എന്താ പറയുക ഉപയോഗം മനസ്സിലായല്ലോ. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ പല ഡേറ്റ ടൈപ്പായിട്ട് പല വേരിയബിളായിട്ട് സ്റ്റോർ ചെയ്യുമ്പം ഒരുപാട് മെമ്മറി ലോസ് വരാം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ, അതുപോലെ തന്നെ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. പല വേരിയബിളിനെ കുറിച്ച് വറി ചെയ്യേണ്ട. ഇപ്പം നമുക്കെന്താ ഈ ഇത്രയും വേരിയബിളിനെ കുറിച്ച് വറി ചെയ്യേണ്ട, നമുക്ക് ആകെ പറയേണ്ടത് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിനെ കുറിച്ച് മാത്രം നമുക്ക് വറി ചെയ്താൽ മതി. നമുക്ക് അതിൽ തന്നെ എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മാപ്പ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമ്മൾ ഡാറ്റന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി കൂടുതൽ യൂസുകൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ബേസിക്സ് ആണ്, ഡാറ്റൻ്റെ ഏറ്റവും ബേസിക്സ് ആണ്. പക്ഷേ ഫ്ലട്ടറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഡാറ്റ ആണ്. അതുകൊണ്ട് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലട്ടറിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി എടുത്ത് കാണുക. കാരണം പ്രോഗ്രാമിംഗ് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ പിന്നീട് അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും കൂടുതൽ ഫ്യൂച്ചറിലേക്കുള്ള വീഡിയോസിൽ. പക്ഷേ
ഇത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും എടുത്ത് കണ്ടൊന്ന് തറവാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ബൈ.